secret. A secret. A secret. സാമ്പത്തികം നമ്മൾ തൊടില്ല എന്നൊന്നും പറയില്ല. സാമ്പത്തികം വേണം. പക്ഷെ അത് അതിര് കടന്നുള്ള അത്യാർത്ഥി ആവുമ്പോൾ അവിടെ പ്രശ്നമാണ്. ഈ കർമ്മയൊക്കെ നമ്മളെ ബാധിച്ച് നമ്മളെ മാത്രമല്ലാന്നേ നമ്മുടെ കുടുംബത്തെയൊക്കെ അത് കുടുംബത്തെ മാത്രമല്ല, പിന്നെ വീണ്ടും അത് സമൂഹത്തെയും ബാധിക്കും. സമൂഹം നമ്മളെ കണ്ണിൽ കാണും. ഇപ്പം നമ്മൾ കാറും ബംഗ്ലാവൊക്കെ ആക്കി നടന്ന ഇന്നലെ വരെ ഈ കുറിയും തൊട്ട് നടന്ന ആള് നാളെ ഒരു കാറൊക്കെ എടുത്ത് ഒരു വീടൊക്കെ പുതുക്കി പോണത് വലിയ ഇന്ന് അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഞാൻ ഈ ഫീൽഡിലൊക്കെ വരുന്ന സമയത്ത് പെയിൻ്റൊക്കെ അടിച്ച് നടന്നിരുന്ന ആളുകൾ, അല്ലെങ്കിൽ വേറെ ഇപ്പം കുറ്റം പറയണതല്ല ഒന്നും, ഞാനും വണ്ടി ഓടിച്ച് നടന്നിരുന്ന ആളല്ല, ഒരു മേഖലയും കുറ്റം പറയണതല്ല. പക്ഷെ അവരൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നത് ധനം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ജ്യോതിഷം. ജ്യോതിഷത്തെ ചൂഷണം ചെയ്യാൻ എളുപ്പത്തിൽ. കാരണം ഇന്ന് ടെക്നോളജികൾ വർദ്ധിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് ജ്യോതിഷം പഠിക്കാം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആചാര്യന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് പിന്നെ അവർക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ ഗ്രഹനിലകളും അടക്കം നമ്മുടെ ഗ്രഹനില പറഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്ഥിതികൾ അതിനകത്ത് വരും. പിന്നെ എന്താ പ്രശ്നം, എന്ത് ടെൻഷൻ? ആ കബഡിയിൽ എന്താണ് നടത്തണമെന്ന് നമുക്കറിയും. അപ്പോൾ എന്തും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഫീൽഡാണ് ഇന്ന് ഈ ഉപാസനയും ഈ ജ്യോതിഷവും. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരാവും. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും മിണ്ടാണ്ടിരിക്കണം. നമ്മളൊക്കെ ഇതിനെ എതിർക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ എന്ത് പറ്റും? അവർ നമ്മളോട് ചോദിക്കണം ചോദ്യം, സ്വാമി എന്താ ഇതിനൊക്കെ എതിർക്കണേ? സ്വാമിയുടെ ഫീൽഡ് ഇതല്ലേ, പിന്നെ സ്വാമി എന്തിനാ ഈ കാര്യത്തെ എതിർക്കണേ എന്നാണ് ആര് ചോദിക്കണത്? എനിക്ക് പല സ്ഥലത്തും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ പൊങ്ങച്ചങ്ങൾ, അതായത് അവരവരുടെ കഴിവ് കാണിക്കണത് സമ്പത്തിലാണെന്നുള്ളൊരു ധാരണ ജനങ്ങൾക്കുണ്ടത്. കാരണം സാധാരണ ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ സാധനമൊക്കെ ഇട്ടുകൊണ്ട് നടന്നാൽ ഈ പറയുന്ന ആളുകൾ ആരും വില വയ്ക്കില്ല. ഇതൊക്കെ മാറ്റി ഒരു സ്വർണത്തിൻ്റെ ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ എനിക്കറിയാം ഒരുപാട് പേരെ പഞ്ചലോഹത്തിലൊക്കെ ഗോൾഡൊക്കെ പൂശി മാലയൊക്കെ ഇട്ട് കഴുത്തിൽ ചെയിനൊക്കെ ഇട്ട് നടന്ന് അതിലാണ് കഴിവെന്ന് പറയണത്. ലോണൊക്കെ എടുത്ത് കാറൊക്കെ മേടിച്ച് കുറേ കിട്ടാത്ത ബഹുമതികളൊക്കെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് വെച്ച് അപ്പം അങ്ങനെയൊക്കെയാണ് ഒരുപാട് പേര് കാശുണ്ടാകും. അതായത് ചെറുമീനെ ഇട്ട് വലിയ മീനെ പിടിക്കാമെന്ന് പറയില്ലേ നമ്മൾ, പൊടിമീനെ ഇടും എന്നിട്ട് വലിയ മീനെ പിടിക്കും. ഇത് അതായത് അത് നമുക്ക് പറ്റില്ലാത്തതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ യോഗീശ്വരനെ പോലെയുള്ള നന്മയുള്ള ഈ സൂക്ഷ്മ തലത്തിലൊക്കെ ഉള്ള ആളുകളായിട്ടൊക്കെ നമുക്ക് ലിങ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും അവരിലൊരു ഭയമുണ്ട്, അല്ലെങ്കിൽ ഒരു ബഹുമാനമുണ്ട്. അവർ ഈ ലോകത്ത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ച് വച്ചേക്കണത് അതിന് നമ്മളൊരു നിയോഗിക്കപ്പെട്ട വ്യക്തികളാണെന്നുള്ളൊരു തിരിച്ചറിവുള്ളത് കൊണ്ട് നമ്മളൊരിക്കലും സമ്പത്തിലേക്ക് കൈ വയ്ക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. കാരണം അവർ എന്താണോ നമ്മളിലേക്ക് കണ്ടെത്തിയ നന്മ, ആ നന്മയെ നമ്മൾ കളങ്കപ്പെടുത്തിയിട്ട് അവരുടെ ഒപ്പം സഞ്ചരിക്കുന്നത് നമ്മുടെ മനസാക്ഷിക്ക് നിറഞ്ഞ കാര്യങ്ങളല്ല. അതാണ് ഇപ്പം നമ്മൾ കുട്ടൂസിലേക്കാണോ അല്ലെങ്കിൽ നേരെ ഏത് വ്യക്തിയിലേക്ക് ആയിക്കോട്ടെ, ആ നന്മ തിരിച്ചറിയണ്ടെങ്കിൽ അവർ കാണിച്ചു വെച്ച പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറാവുമ്പോൾ നമ്മളും ആ ക്വാളിറ്റിയിലേക്ക് വരണം. അല്ലാതെ നമ്മൾ അവരുടെ ഡിവോട്ടിയാണ്, ഞാൻ വലിയ ഭക്തനാണ്, ഞാൻ വലിയ ഗുരുജിയുടെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ഇഷ യോഗ സെൻറ്ററിലെ വലിയ ആളാണെന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒരു വ്യക്തിയെ പറ്റി പറയണതല്ലേ, ഏത് മടത്തിൽ പോണ ആളാണെങ്കിലും നമ്മൾ അതിൻ്റെ ചെറിയ നന്മകളെ മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പകർത്തണം. ആ പകർത്തൽ നമ്മുടെ ജീവിതത്തിലൊക്കെ കുറയുമ്പോഴാണ് നമ്മളൊക്കെ ഈ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. നമുക്ക് തിരിച്ചറിവ് ബോധമില്ല. ഈ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഇതൊന്നും പഠിപ്പിക്കണില്ലല്ലോ. ഈ പഠിപ്പിക്കുന്ന ഈ ഫ്രീഡം ഈ മുതലാക്കുന്ന ആളുകളുണ്ട്, തിരിച്ചറിവില്ലാതെ പടുകുഴികളിൽ ചെന്ന് ചാടുന്ന ആളുകളുണ്ട്. എന്നാൽ നല്ല കഴിവുള്ള ആളുകളുണ്ട്. എനിക്കറിയാം ഒരുപാട് കഴിവുള്ള ആളുകൾ. ഇപ്പം നമ്മളെപ്പോലെ ഒന്നും മീഡിയകളിൽ വരാൻ ശ്രമിക്കാത്ത ആളുകളുണ്ട്, വിളിച്ചാൽ പോലും പോകാത്ത ആളുകളുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ഗൂഢ്യമായിട്ട് ഇത് അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം, അവർ കൂടുതൽ പ്രദർശന വസ്തു ആവാൻ നിൽക്കില്ല. എന്നാൽ ഒരു കഴിവില്ലാത്തവരൊക്കെ വന്ന് മേയാണ് ഈ ഫീൽഡിൽ. വെറുതെ കിടന്ന് അടിച്ചു വാരി വിട്ട് ഇല്ലാ കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് ജനങ്ങളെ അങ്ങോട്ട് എന്താ പറയുക, ഒരു പറ്റിക്കാന്നുള്ളതല്ല, അവർ ചൂഷണം ചെയ്യാണ്. പറ്റിക്കണേക്കാളും അപ്പുറത്തേക്കാണ് ചൂഷണം. പറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നടക്കും. ചൂഷണം എന്ന് പറയുന്നത് അവരെ നിരന്തരം അവരെ ടോർച്ച് ചെയ്ത് കൊണ്ടുപോയി അത് അറിഞ്ഞാലും ഇതൊക്കെ അറിയാലോ. ഇപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊക്കെ പറയുമ്പോഴും നമുക്കറിയാം ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് ഡോക്ടർമാരടക്കം നമ്മളോട് പറയും.
അല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്രഷറുണ്ട്, നിങ്ങൾ അച്ചാർ കഴിക്കരുതെന്ന് പറഞ്ഞാലും നമ്മൾ ആരും കാണാതെ അച്ചാർ എടുത്ത് കഴിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ അമ്മയൊക്കെ ചെയ്തിട്ടുണ്ട്, ലഡു ഒക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡു ഒക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഹോർമോൺസിൻ്റെ വ്യതിയാനമാണ് അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇതാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഇതിൻ്റെ ഒരിക്കലും തിരിച്ചടി ഒന്നല്ല ആരും ചിന്തിക്കണത്. അപ്പോഴത്തെ നിലനിൽപ്പ്, അപ്പോഴത്തെ സന്തോഷം, മനസ്സിലായ? ഇപ്പോൾ എനിക്ക് എങ്ങനെയാണ് മറ്റുള്ളവനെ ചൂഷണം ചെയ്ത് എൻ്റെ പോക്കറ്റിൽ 1000 രൂപ ഉണ്ടാക്കാം, അതിലൂടെ എനിക്ക് എങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം, എൻ്റെ കുടുംബത്തെ അടിച്ചു പൊളിച്ച് ജീവിക്കാം, അതാണ് ചിന്തിക്കുന്നത്. അഞ്ച് അവനെന്ത് പോകാനുണ്ട്, ഒന്നുമില്ല. ഭയപ്പെടുത്തി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഹോമം പൂജയും ചെയ്ത് കിട്ടുന്ന കാശ് ഇപ്പോൾ ഓരോരുത്തരൊക്കെ ഞാൻ പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ എന്നാലും മേടിക്കണതൊക്കെ 3 ലക്ഷം രൂപയുടെയൊക്കെ പൂജയാണ് ഓരോരുത്തർ ചെയ്യണത്. അത് ലോട്ടറി ടിക്കറ്റൊക്കെ പോലെയാണ് അവർ. എല്ലാത്തിനും കിടന്ന് മേയാണ് ഇങ്ങനെ. അവരുടെ ടാർഗറ്റ് 3 ലക്ഷം രൂപയാണ് ഒരു പൂജയുടെ. ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളൊക്കെ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണവർക്ക് കൊടുക്കാന്നേ, അവരിലൂടെ മാറ്റം വരേണ്ടവർ മാറട്ടെ. പക്ഷെ അതിലേക്ക് സാധാരണക്കാരനെ കൊണ്ട് വന്ന് വലിച്ചിഴക്കേണ്ട കാര്യമുണ്ടോ? ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്ക് ആ പദ്ധതി ഇല്ല. അവർക്ക് ഒറ്റ ഉള്ളൂ, ആര് ഇപ്പോൾ പാവപ്പെട്ടവനായാലും കൊള്ളാം, പണക്കാരനായാലും കൊള്ളാം, ആരൊക്കെ ആയാലും അവരുടെ ഉള്ളിലേക്ക് എന്ത് വരണം, ധനം വരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ ഈ പറയണത് എത്രത്തോളം എന്നറിയില്ല, ഇന്നേ വരെ ഇത്ര വർഷമായി 18 വയസ്സ് തൊട്ട് തുടങ്ങിയ ഈ ഒരു സംരംഭം ഇപ്പോൾ ഇന്നൊരു 3 വർഷത്തോളമായി നമ്മളിപ്പോൾ ഇതിനോട് കൂടുതൽ ബന്ധപ്പെട്ട് നടന്നിട്ട് ഒരാളിൽ നിന്ന് ഇന്ന് വരെ ഒരു 100 രൂപ ഞാൻ ചോദിച്ചു മേടിച്ചു. അതെൻ്റെ ഭാര്യയ്ക്കും അറിയാം, എൻ്റെ കുട്ടികൾക്ക് തിരിച്ചറിവായിട്ടില്ല, ഭാര്യയ്ക്കറിയാം. അതുകൊണ്ട് സ്വന്തമായ സന്തോഷമായൊരു കുടുംബജീവിതം നമുക്കുള്ളത് കൊണ്ട് നമുക്കതിൽ ഹാപ്പിയാണ്. A secret.